CMFന്റെ CMF ഫോൺ 2 Pro എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്മാർട്ട് ഫോൺ 19,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് വരുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് CMF ഫോൺ 2 Pro എന്നുള്ള ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. പിന്നെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിന്റെ ബാക്ക് കവറിൽ ഇതുപോലെ നിങ്ങളുടെ തന്നെ സ്വന്തം ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ട് അത് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം അങ്ങനെ സ്വന്തമായിട്ടുള്ള ഒരു ഫോട്ടോ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ആ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും ആ ഒരു വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ തന്നെ സ്വന്തം ഫോട്ടോ ഇതുപോലെ പ്രിന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പം നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.77 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. AMOLED ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ഒക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 480 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് വരുന്നുണ്ട്. പിന്നെ 1000 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേക്കാണ് ഇതിൽ വരുന്നത്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ഇതിൽ വരുന്നുണ്ട്. നല്ലൊരു കാര്യമാണ്. പീക്ക് ബ്രൈറ്റ്നസ് 3000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. പാണ്ട ഗ്ലാസിന്റെ പ്രൊട്ടക്ഷൻ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുമ്പോൾ 19,000 രൂപ പ്രൈസ് റേഞ്ചിനൊക്കെ പറ്റിയിട്ടുള്ള അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ തന്നെയാണ് ഇത്. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ് ഈ ഒരു പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 185 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 7.8 mm ആണ്. പിന്നെ IP54 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ബ്ലാക്ക്, ലൈറ്റ് ഗ്രീൻ, ഓറഞ്ച്, വൈറ്റ് എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പ്രോസസ്സറിന്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ MediaTek Dimensity 7300 Pro എന്ന പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ഇപ്പം ഈ ഒരു 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം തിരക്കേടില്ലാത്ത നല്ലൊരു പ്രോസസ്സറാണ് എന്നൊക്കെ തന്നെ പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള തിരക്കേടില്ലാത്തൊരു പ്രോസസ്സറൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ CMF ഫോൺ 1ൽ MediaTek Dimensity 7300 എന്ന പ്രോസസ്സറാണ് വന്നിട്ടുള്ളത്. അപ്പം അതിൻ്റെ ഒരു ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. ചെറിയൊരു പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ് ഇതിൽ വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ 5G സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. 16ഓളം 5G ബാൻഡ്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ ബേസ് വേരിയന്റിൽ 8GB റാമും 128GB ഇന്റേണലുമാണ് വരുന്നത്. 8GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും വരുന്നുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് സിം സ്ലോട്ട് ഇതിൽ വരുന്നുണ്ട്. അതായത് മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം. പക്ഷേ മെമ്മറി കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സിം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ മെമ്മറി കാർഡ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ CMF ഫോൺ 1ൽ കണ്ടിട്ടുള്ള ഒരു ഫീച്ചറായിരുന്നു ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനൽ. അതുപോലെ തന്നെ നമുക്ക് ബാക്ക് പാനലിലോട്ട് പല കാര്യങ്ങളും കണക്ട് ചെയ്യാൻ പറ്റും. അപ്പം ആ ഒരു ഫീച്ചർ ഇതിലും വരുന്നുണ്ട്. അപ്പം നമുക്ക് കവർ വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ക്യാമറയിൽ ഇന്റർചേഞ്ചബിൾ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഫോണിൻ്റെ ബാക്കിലോട്ട് കണക്ട് ചെയ്യാം. പിന്നെ വാലറ്റ് കണക്ട് ചെയ്യാം. സ്റ്റാൻഡ്, ലാനിയാർഡ്, കാർഡ് ഹോൾഡർ ഒക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ആക്സസറീസ് ഒക്കെ അവർ സെപ്പറേറ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു എസെൻഷ്യൽ കീ ഫോണിൻ്റെ സൈഡിൽ വരുന്നുണ്ട്. ഇപ്പം ഈ ഒരു കീയിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എസെൻഷ്യൽ സ്പേസ് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ സ്ക്രീൻഷോട്ട്, ഫോട്ടോസ്, വോയിസ് നോട്ട്സ് അങ്ങനെ പല കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട് X-ആക്സിസ് ലീനിയർ മോട്ടർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫോൺ വെട്ടനീറ്റായിരിക്കാൻ വേണ്ടിയിട്ട് കൂളിംഗ് സിസ്റ്റം ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, സിംഗിൾ സ്പീക്കർ ഇതിൽ വരുന്നുള്ളൂ. ഇപ്പം ഈ ഒരു ഫോണിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഡിസപ്പോയിൻറ്റിംഗ് എന്ന് തോന്നിയിട്ടുള്ള ഒരു കാര്യം അതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ സ്റ്റീരിയോ സ്പീക്കേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോണിൽ ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ആ ഒരു കാര്യം ഇതാണ്. പിന്നെ 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ വരുന്നില്ല. Android 15 ബേസിലുള്ള നത്തിങ് OS സോഫ്റ്റ്വെയർ ആണ് ഇതിൽ വരുന്നത്. 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 6 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ f1.88 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഇതിൽ വരുന്നത്. സെൻസർ സൈസ് വരുന്നത് 1/1.57 ഇഞ്ചാണ്. പിന്നെ 8 മെഗാ പിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് വരുന്നുണ്ട്. ഇതിൻ്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 119.5 ഡിഗ്രിയാണ്. പിന്നെ 50 മെഗാ പിക്സലിൻ്റെ f1.85 അപ്പേഴ്സിൽ വരുന്ന ഒരു ടെലിഫോട്ടോ ലെൻസ് വരുന്നുണ്ട്. ഇതിൽ 2x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ക്യാമറയിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം പൊതുവേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസ് കിട്ടാറില്ല. പക്ഷേ ഈ ഫോണിൽ വരുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും. അപ്പം കാര്യമായിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണേ ഉള്ളൂ. പിന്നെ ഫ്രണ്ടിൽ 16 മെഗാ പിക്സലിൻ്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് വരുന്നത്. അപ്പം ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷൻ ഇതിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ
നമ്മൾ ക്യാമറ ടെസ്റ്റിംഗ് നടത്തിയിട്ടില്ല, ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് ക്യാമറ റിസൾട്ട്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 5000 mAh ബാറ്ററിയാണ് വരുന്നത്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ട് വരുന്നുണ്ട്. തിരക്കേടില്ലാത്തൊരു ചാർജിങ് സ്പീഡാണ്. പിന്നെ 5 വാട്ടിന്റെ വയേർഡ് റിവേഴ്സ് ചാർജിങ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തിരക്കേടില്ലാത്തൊരു ബാറ്ററി സെറ്റപ്പാണ്. പിന്നെ കഴിഞ്ഞ CMF ഫോൺ 1 ഫോണിന്റെ ബോക്സിൽ ചാർജറൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ഇക്കൊല്ലം അങ്ങനെയല്ല, ഫോണിന്റെ ബോക്സിൽ ചാർജർ കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ ആ ഒരു വെർഷനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം ഇതൊക്കെയാണ് മൊത്തത്തിൽ ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB RAM 128GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 18,999 രൂപയാണ്. 8GB RAM 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 20,999 രൂപയാണ്. മെയ് 5 മുതലാണ് ഈ ഫോണിന്റെ സെയിലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ഇനീഷ്യലി ചില ഓഫേഴ്സ് ഉണ്ട്, 1000 രൂപയുടെ ഓഫറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 19,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ഫോണിൽ പല നല്ല ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഡിസ്പ്ലേ ഫീച്ചേഴ്സും അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള പ്രോസസ്സറും ഇതിൽ വരുന്നുണ്ട്. പിന്നെ തിരക്കേടില്ലാത്ത ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ക്യാമറയിൽ വരുന്നുണ്ട്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചേഞ്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബാക്ക് പാനലും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീൻ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഒക്കെ ഇതിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഫീച്ചേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ആണ് എന്ന് പറയാവുന്നതാണ്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഇതിലൊരു നെഗറ്റീവും വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇതിൽ സിംഗിൾ സ്പീക്കറേ വരുന്നുള്ളൂ. അപ്പം ആ ഒരു കാര്യം കൂടി ഒന്ന് ഓർത്ത് വെക്കുക. എന്തായാലും മൊത്തത്തിൽ നോക്കുമ്പോൾ എടുത്തു പറയേണ്ട പല ഫീച്ചേഴ്സും ഉണ്ട്. ഇപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഉള്ള ഒരു ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ഇതിൽ ലഭിക്കേണ്ടതാണ്. പിന്നെ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സറും ഡിസ്പ്ലേ ഒക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ ഫോണിന്റെ ബോക്സിൽ തന്നെ ചാർജറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, സിംഗിൾ സ്പീക്കർ ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ, സിംഗിൾ സ്പീക്കർ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വേറെ ഓപ്ഷൻസ് ഉണ്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഉള്ള ഫോണുകൾ. സിംഗിൾ സ്പീക്കർ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഫോൺ കൺസിഡർ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷൻ തന്നെ ആയിരിക്കും. അപ്പം അതാണ് ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.